അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിൻ്റെ മുസ്ലിമീങ്ങളുടെ ഇന്ത്യൻ പാരമ്പര്യം എന്ന കിതാബിലെ 5ാമത്തെ പാഠഭാഗമാണ്. പാഠം 5 മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. മഹാത്മജി ആഹ്വാനം ചെയ്ത ഉപ്പു സത്യാഗ്രഹത്തിന് കേരളത്തിൽ നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബായിരുന്നു. കോഴിക്കോട് കടപ്പുറത്ത് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത അദ്ദേഹത്തെ പോലീസ് ലാത്തികൾ കൊണ്ട് കഴുത്തിൽ കത്രിക പൂട്ടിട്ട് ഞെരിച്ചിട്ടും കയ്യിലിരുന്ന ഉപ്പുചട്ടി അദ്ദേഹം താഴെയിട്ടില്ല. കിരാതമായ മർദ്ദനങ്ങൾക്ക് വിധേയനായ അദ്ദേഹത്തെ ജയിലിൽ പോലും ചങ്ങലയിട്ടാണ് കിടത്തിയിരുന്നത്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അതായത് KPCC പ്രസിഡന്റായിരുന്ന അബ്ദുറഹ്മാൻ സാഹിബിന്റെ സെക്രട്ടറി EMS നമ്പൂതിരിപ്പാടായിരുന്നു. കോൺഗ്രസിലെ സോഷ്യലിസ്റ്റ് വിഭാഗത്തിന്റെ നേതാവായിരുന്നു അബ്ദുറഹ്മാൻ സാഹിബ്. പിന്നീട് സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച ഫോർവേഡ് ബ്ലോക്കിന്റെ കേരള ഘടകം പ്രസിഡന്റായും അദ്ദേഹം പ്രവർത്തിച്ചു. 1940 മുതൽ 5 വർഷക്കാലം ജയിലിലെ നരകയാതന അനുഭവിച്ച ശേഷം മോചിതനായ അദ്ദേഹം ഒരു കൊടുങ്കാറ്റുപോലെ തിരിച്ചെത്തി. കേരളത്തെ ഇളക്കിമറിച്ച പ്രാസംഗികനായ അദ്ദേഹം ജയിൽ മോചനത്തിന് ശേഷം 77 ദിവസം മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. കൊടിയത്തൂരിലെ ഒരു മഹാസമ്മേളനത്തിൽ അത്യുജ്വലമായ പ്രസംഗം ചെയ്ത ശേഷം തിരികെ പോകുന്ന സമയത്താണ് ഹൃദയാഘാതം ഉണ്ടായി അദ്ദേഹം മരണമടയുന്നത്. മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 48 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ഒരു പുരുഷായുസ്സു കൊണ്ട് നേടാവുന്നതിൽ എത്രയോ ഇരട്ടി അദ്ദേഹം ഈ പ്രായത്തിനുള്ളിൽ നേടിയിരുന്നു. ദാറുൽ ഉലൂം ദേവ്ബന്ദ്. മഹാനായ മൗലാന മുഹമ്മദ് ഖാസിം നാനൂത്തവി റഹ്മത്തുള്ളാഹിയുടെ നേതൃത്വത്തിൽ 1867 രൂപം കൊണ്ട ദേവ്ബന്ദിലെ ദാറുൽ ഉലൂം എന്ന മതവിജ്ഞാന കേന്ദ്രം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു ശക്തി സ്രോതസ്സായിരുന്നു. മൗലാന മഹ്മൂദുൽ ഹസൻ അധ്യക്ഷനായിരുന്ന 70 അംഗ ഫത്വ കൗൺസിൽ അടിയന്തര യോഗം ചേർന്നാണ് ഗാന്ധിജി ആഹ്വാനം ചെയ്ത ഉപ്പു സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത്. ഹുസൈൻ അഹമ്മദ് മദനിയെ പോലുള്ള മഹാത്മാർ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. പാഠഭാഗം വായിച്ചത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് എക്സസൈസ് നോക്കാം. ഉത്തരം എഴുതുക. 1. ഉപ്പു സത്യാഗ്രഹത്തിന് കേരളത്തിൽ നേതൃത്വം നൽകിയത് ആര്, എവിടെ വെച്ച്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, കോഴിക്കോട് കടപ്പുറത്ത് വെച്ച്. 2. അബ്ദുറഹ്മാൻ സാഹിബ് KPCC പ്രസിഡന്റായിരുന്നപ്പോൾ സെക്രട്ടറി ആരായിരുന്നു? EMS നമ്പൂതിരിപ്പാട്. 3. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എത്രാമത്തെ വയസ്സിലാണ് മരണപ്പെട്ടത്? 48ാമത്തെ വയസ്സിൽ. 4. ദാറുൽ ഉലൂം ദേവ്ബന്ദ് സ്ഥാപിതമായത് എന്ന്? 1867. 5. ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചത് ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ്. 6. ഉപ്പു സത്യാഗ്രഹത്തിൽ പിന്തുണ പ്രഖ്യാപിച്ച ഫത്വ കൗൺസിലിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? മൗലാന മഹ്മൂദുൽ ഹസൻ. ഇതോടുകൂടി ചോദ്യോത്തരങ്ങൾ അവസാനിക്കുകയാണ്. പാഠഭാഗം നന്നായി വായിച്ചു മനസ്സിലാക്കുക. ചോദ്യോത്തരങ്ങൾ കൃത്യമായി പഠിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഅസ്സലാമ.